മനുഷ്യരാശിയെ ഒരു പ്രതിസന്ധിയിലേക്കും ഒരു ലോകമഹായുദ്ധത്തിലേക്കുമൊക്കെ നയിക്കുന്നത് അമേരിക്കയാണോ ഇറാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ്റെ പല പരിപാടികളും കാണുമ്പോൾ ഇറാന് കിട്ടുന്ന ജനപ്രീതി എന്നാണ് അവസാനിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിനി കാണേണ്ടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ പാകിസ്ഥാൻ മുഖേന ഇവരയച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥകളിൽ അണുശക്തിയെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഈ സമ്പുഷ്ട യുറേനിയം എൻറിച്ച്ഡ് യുറേനിയം അതിനെപ്പറ്റി യാതൊരു അക്ഷം മിണ്ടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. പിന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത്, പിന്നെ അതുപോലെ തന്നെ ഈ യുറേനിയം കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ അതേപ്പറ്റി ഒരു അക്ഷം മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഈ നിങ്ങൾ ഇപ്പം ചിരിക്കുന്നുണ്ടാവും, ഇറാൻകാരൊക്കെ ചിരിക്കുന്നുണ്ടാവും, പക്ഷേ അധികം ചിരിക്കേണ്ടി വരില്ല. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവും. നിങ്ങൾ ഈ രീതിയിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറെയും ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടു. ഈ ഇറാൻ ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഈ ഹൊർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് കപ്പലുകളെ അയക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ശക്തമായി നേരിടുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദക്ഷിണ കൊറിയ പോലും അവരുടെ കപ്പൽ ആക്രമിച്ചു. അതുകൊണ്ട് അവർ പോലും ഇങ്ങോട്ട് സൈന്യത്തെ അയക്കാനുള്ള ആലോചനയിലാണ്. ഇപ്പോൾ ഇന്ത്യ പോലും ഇന്ത്യയുടെ പായ്ക്കപ്പൽ ആക്രമിച്ചു, ഒരാൾ കൊല്ലപ്പെട്ടു, 3-4 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഇന്ത്യ പോലും ഇന്ത്യയിൽ പോലും അമർഷമുണ്ട്. അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഈ ലോകവ്യാപകമായിട്ട് എക്കോണമിയെല്ലാം തകർന്നിരിക്കുന്നു. പല രാജ്യങ്ങളിലും വിലകളെല്ലാം കൂടിയിരിക്കുന്നു, മനുഷ്യരെല്ലാം കഷ്ടപ്പാടിലുമായിരിക്കുന്നു. ഒരേ ഒരു കാര്യം, ഇവരുടെ ഈ പിടിവാശി. ഹൊർമൂസ് അവരുടേതല്ല. ആ 12 നോട്ടിക്കൽ മൈലോ മറ്റോ ആണ് കരയിൽ നിന്ന്, അത്രയാണ് അതാത് രാജ്യത്തിന് അവകാശപ്പെട്ടത്. അതിനുശേഷമുള്ളതെല്ലാം അന്താരാഷ്ട്ര ജലപാതയാണ്. അതിലൂടെ പോകുന്നതെല്ലാം നിയന്ത്രിക്കണമെന്ന് പറയാൻ അവർക്കെന്താണ് അവകാശം ഇരിക്കുന്നത്? അപ്പോൾ മനുഷ്യരാശിയെ തന്നെ ഒരു ഈ നമ്മുടെ അട്ടിമറിക്കാരുടെ ആ പരിപാടിയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ കേട്ട ഒരു വാർത്ത, ഈ ലോകത്തിലുള്ള ഈ ഇൻ്റർനെറ്റ് കേബിളുകളെല്ലാം ഈ ഹൊർമൂസ് വഴിയാണ് വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് അതെല്ലാം കടലിൻ്റെ അടിയിൽ കിടക്കുന്നത്. അതിലൂടെ പോകുന്ന ഈ കേബിളുകൾ, ഈ വൻ കമ്പനികൾ മെറ്റ, ഫേസ്ബുക്ക്, ഗൂഗിള്, ഇതിലൂടെ എല്ലാം പോകുന്ന ആ കേബിളുകൾ, അപ്പോൾ ഇവരെല്ലാം അവർക്ക് ടോൾ കൊടുക്കണം, അതിലൂടെ പോകുന്ന ആളുകളെല്ലാം. അപ്പം ഈ പൊതുവഴിയിൽ കൂടി പോയാൽ കൂടി ഞങ്ങൾക്ക് കാശ് തരണമെന്ന് പറഞ്ഞ് ചട്ടമ്പി പിരിവ് നടത്തുന്ന ആ ഒരു രീതിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ടിരിക്കുന്നത്. അത് ലോകമെങ്ങും അമർഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ഓരോ ചെറിയ രാജ്യങ്ങളാണ് വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം പോലെ നമുക്കിത് കാണാം. എന്തായാലും 47 വർഷമായിട്ട് ഇറാൻകാർ മറ്റ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, കുരങ്ങ് കളിപ്പിക്കുന്നു. അത് അധികകാലം നീടില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാനിലെ നമുക്കറിയാം വലിയ നേതൃത്വം അവിടെ ഇല്ല. ഉള്ള നേതാക്കന്മാരൊക്കെ തലതെറിച്ച ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ, പിടിവാശിക്കാരും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തവരും. പക്ഷേ ഈ ആക്രമണങ്ങളും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര കണ്ട് മനുഷ്യർ മരിക്കുമെന്നും അതുപോലെ തന്നെ എന്തെല്ലാം തകരുമെന്നും അതൊന്നും അവർ ആലോചിക്കുന്നില്ല ദീർഘകാലത്തേക്ക്. നേരെമറിച്ച് ഇപ്പോഴാണെങ്കിൽ ഈ പ്രശ്നം ഒത്തുതീരാവുന്നതേ ഉള്ളൂ. കാരണം അമേരിക്ക ഏകദേശമൊക്കെ ഒരു അയഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മുന്നോട്ട് പോകാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, ഒരു യുദ്ധമോ ഒന്നും ഉണ്ടാകാനായിട്ടുള്ള താല്പര്യമില്ല. പക്ഷേ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒക്കെ കൂടെ വലിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലതാണോ എന്ന് ഇറാനിലെ വിവരമുള്ള നേതാക്കൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ അമേരിക്ക പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കൂടുന്നില്ലെന്ന് വെക്കാം. പക്ഷേ അമേരിക്ക ഇടപെടുകയും ഒരു പ്രതിസന്ധിയിലാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും ഇടപെടും. സ്വാഭാവികമായിട്ടും അവയെല്ലാം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. അമേരിക്കയെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അവരും തയ്യാറാവില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് തന്നെ ഇത് നേരിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ വിവേകം ഇറാൻകാർക്ക് ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇനിയൊരു യുദ്ധവും ഒരുപാട് മരണവും ഒക്കെ കാണുന്നതിന് ഒരു സുഖവുമില്ല. ഇന്ന് കണ്ട മറ്റൊരു നല്ല വാർത്ത, നമ്മുടെ സ്പിരിറ്റ് എയർലൈൻസ് പൈസ ഇല്ലാതെ അടച്ചുപൂട്ടി. 500 മില്യൺ ഈ സർക്കാർ മുഖേന കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സർക്കാർ കൊടുക്കാൻ തയ്യാറായില്ല. അതിന് ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് ഇപ്പോഴത്തെ സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോയതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ എയർലൈൻസ് വിമാനങ്ങൾ നിർത്തി. അപ്പം ചുരുങ്ങിയ ചെലവിൽ സഞ്ചരിക്കാനുള്ള ഒരു സ്ഥിതി ആളുകൾക്ക് മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഹണ്ടർ പീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി ടിക്ടോക്കിൽ ഒരു നിർദ്ദേശം വെച്ചു. അദ്ദേഹം ഒരു കളക്ഷൻ പരിപാടി, ക്രൗഡ് ഫണ്ടിങ്, അതായത് നമ്മൾ ഈ ഗോ ഫണ്ട് മീയിലും മറ്റും
ഈ ആരെങ്കിലും മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി പിന്നെ പിരിവ് നടത്തുമല്ലോ, പൊതു പിരിവ് എന്നപോലെ ഒരു ക്രൗഡ് ഫണ്ടിങ് അതിന് പിന്നെ തുടക്കമിട്ടു. ഇപ്പോഴിത് $337 മില്യൺ സമാഹരിച്ചു എന്നാണ് പറയുന്നത് ഈ എയർലൈൻസ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഇനിയും പൈസ വരുമായിരിക്കുമല്ലോ. പിന്നെ ഏകദേശം $900 ശരാശരി ഒരാൾ പിന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആണ് ഈ $337 മില്യൺ. അപ്പോൾ അത് കൊടുത്ത് അത് ഇനിയും വരികയാണെങ്കിൽ അത് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ആ എയർലൈൻസ് ജനങ്ങളുടെ സ്വന്തമായി മാറും. അപ്പം പ്രത്യേകിച്ച് ഒരു കമ്പനിയില്ല, ഇനി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ബോർഡുമൊക്കെ ആയിട്ട് ഒരു എയർലൈൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സമാഹരിച്ചുവെങ്കിൽ മിക്കവാറും അത് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഒരുപക്ഷെ അത് എയർലൈൻസ് വാങ്ങാനായിട്ട് പിന്നെ കഴിയുമായിരിക്കും. അതിൻ്റെ പിന്നെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് പിന്നെ അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും അത് സാധ്യമാകുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പണം ഇങ്ങനെ ജനങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് തുടക്കമിട്ട പീറ്റേഴ്സൺ പറയുന്നത് അങ്ങേരൊരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അതങ്ങ് വൻ വിജയമായിട്ട് മാറി. പല കാര്യങ്ങളും നമ്മൾ ചുമ്മാ ഒരു തമാശയ്ക്ക് തുടങ്ങും, പക്ഷേ അതങ്ങ് പിന്നെ ജനങ്ങൾ ഏറ്റുപിടിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അതും നമുക്ക് എങ്ങനെ വരുമെന്ന് പിന്നെ കണ്ടറിയേണ്ടതുണ്ട്. മൂന്നാമതൊരു കാര്യം കണ്ടത് ഇന്ന് നമ്മുടെ ജീൻ കരോൾ എന്ന് പറഞ്ഞൊരു ചെറുകിട എഴുത്തുകാരിയുണ്ട്. അപ്പോൾ അവർ പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. അത് 1995-96 മറ്റോ നടന്നൊരു സംഭവമാണ്. അവരേതോ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഈ ട്രംപ് അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പിന്നെ കേസ്. അപ്പോൾ ആ കേസിൽ അവർ 2019 മറ്റോ ആണ് ആ കേസ് കൊടുക്കുന്നത്. ആ കേസിൽ വിചാരണ നടന്നു. ഒടുവിൽ ഈ ജൂറി 5 മില്യൺ പിന്നെ പിഴശിക്ഷ വിധിച്ചു ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് അവർ കൊടുത്തിരുന്നത് ഈ ട്രംപ് പറഞ്ഞത് ഇവരെ അറിയുക പോലുമില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവരുമായിട്ട് ഇവരുടെ 1-2 സുഹൃത്തുക്കൾ ട്രംപിനെതിരെ പിന്നെ മൊഴി നൽകി. അതുപോലെ ഈ 1987 ഒരു ചിത്രം, ഇവരുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം അവർ പിന്നെ ജീൻ കരോളിൻ്റെ ആളുകൾ കാണിക്കുകയുമുണ്ടായി ജൂറിയെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 5 മില്യൺ പിന്നെ പിഴ വിധിക്കുന്നത് സിവിൽ കേസിൽ. പിന്നീട് പ്രസിഡന്റ് ഇവർക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങളൊക്കെ, അത് പ്രസിഡൻ്റല്ല ട്രംപ് ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ അത് മാനനഷ്ടമാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും പിന്നെ കേസിന് പോയി. അതിൽ ഏതാണ്ട് 83 മില്യൺ വീണ്ടും പിഴ ശിക്ഷ വിധിച്ചു. അപ്പോൾ 2 കേസുകളിലും കൂടിയാണ് 83 മില്യൺ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും പൈസ കൊടുക്കണം. അപ്പോൾ അതിന് അപ്പീൽ കൊടുത്തു. പിന്നെ അപ്പീൽ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 10% കെട്ടിവെക്കണം. അതിനുശേഷമാണ് അപ്പീൽ കൊടുത്തു. അപ്പീലിൽ അത് വിജയിച്ചില്ല. അപ്പോൾ അത് സുപ്രീം കോടതിയിലേക്ക്, US സുപ്രീം കോടതിയിലേക്ക് പിന്നെ പോകാനായിട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഈ പൈസ കൊടുക്കുന്നത് തൽക്കാലം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ട്രംപിൻ്റെ അറ്റോർണിമാർ. അപ്പോൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അന്നേരം തന്നെ കൈമാറ്റം ചെയ്യപ്പെടും പിന്നെ എന്നാണ് ഈ ജീൻ കരോൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, അവർ സംഘടനകൾക്കോ മറ്റോ ഒക്കെ കൊടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരും. അപ്പം സുപ്രീം കോടതിയിൽ എതിരായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഈ പൈസ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൈസ കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്നാണ് പിന്നെ ട്രംപിൻ്റെ അറ്റോർണിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എതിർഭാഗത്തിനും അതിന് വലിയ വിരോധമില്ല, പക്ഷേ കുറച്ചുകൂടെ ഈ പിന്നെ 10% കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടെ പൈസ കെട്ടിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം ഈ പിന്നെ പലിശ പിന്നെ സുപ്രീം കോടതിയിൽ അനുകൂലമായിട്ട് വിധി വന്നാൽ പലിശ കൂടുതൽ കൊടുക്കണമല്ലോ. അപ്പോൾ ആ പലിശ കിട്ടണമെങ്കിൽ ഇങ്ങനെ തുക കെട്ടിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത്രയധികമില്ല. നേരത്തെ 460 മില്യണോ മറ്റോ കെട്ടിവെക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഇവിടെ മറ്റൊരു കേസിൽ നമ്മുടെ ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് കൊടുത്ത കേസിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കെല്ലാം വില കൂട്ടി കാണിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ലോൺ മേടിച്ചു എന്ന് പറഞ്ഞ് ലോൺ മേടിക്കുകയും തിരിച്ചടയ്ക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ 460 മില്യൺ അതിൻ്റെ എത്രയോ ശതമാനം കൊടുക്കണമായിരുന്നു. പക്ഷേ അത് കൊടുക്കാനില്ലാഞ്ഞിട്ട് പിന്നെ കോടതിയാണ് പിന്നെ ഏതാണ്ട് 175 മില്യണോ അങ്ങനെ കൊടുത്ത് പിന്നെ കേസ് അപ്പീൽ പോകാനായിട്ട് അനുവാദം കിട്ടുന്നത്. അപ്പോൾ ആ അപ്പീലിൽ നേരത്തേക്ക് ട്രംപ് പ്രസിഡൻ്റായി. അപ്പീലിൽ അത് പിന്നെ പിഴ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു. അപ്പം ലോകത്തിലില്ലാത്ത പിഴയൊക്കെയാണ് ശിക്ഷിക്കുന്നത്. എന്തായാലും ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെല്ലാം കേസുകളും എന്തെല്ലാം പ്രതിസന്ധികളാണ് ട്രംപിനെ നേരിടുന്നത്. എത്ര കേസുകൾ, പിന്നെ വധശ്രമങ്ങൾ, പിന്നെ ഇപ്പോഴിതാ 2 യുദ്ധങ്ങൾ വെനസ്വേലയിലും പിന്നെ ഇറാനിലും. ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഒരു വ്യക്തി ലോകത്തിലുണ്ടോ? അതുപോലെ ഇതുപോലെ അധികാരമുള്ള ഒരു വ്യക്തിയും ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അപ്പം ഈ പ്രതിസന്ധികളും ഒക്കെ എങ്ങനെ നേരിടണമെന്ന്
നേരിടണമെന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ ട്രംപിനെ പറ്റി ആണ് പറയേണ്ടത്, ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇദ്ദേഹം ഇതിനെയൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഇറാന് സുബുദ്ധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.